നമുക്കൊരു കസര ഉണ്ടാക്കുന്ന കണ്ടാലോ? ഡാൻസ് വീഡിയോയും പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്ത് വൈറലാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടായിരിക്കും കാർപ്പൻട്രി വീഡിയോ ചെയ്ത് വൈറലാവുന്ന ഒരാൾ. അങ്ങനെ ഒരാളാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. ഹായ് സ്നേഹ. ശാസ്ത്രമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉം. അപ്പോൾ ഞാൻ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ടത്തെ ആ ഒരു രീതിയിലൊന്ന് പണിയെടുത്ത് നോക്കാം. ഓക്കെ. അപ്പോൾ വീഡിയോ എടുത്തപ്പാട് ഇട്ടപ്പാട് ഭയങ്കര റീച്ച് വന്നു. ഭയങ്കര റീച്ച് വന്നു. ആദ്യമേ എനിക്ക് തോന്നുന്നു സ്നേഹ ഒരു കുറെ നാളുകൾക്ക് മുമ്പ് മുതലേ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ആ വീഡിയോസ് ചെയ്യുമായിരുന്നു, പാട്ടിന്റെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു. അതെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അന്നൊരു തോന്നലുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യാം എന്നുള്ളത്? ഇത് മറ്റേ 10 വരെ ഞാൻ ചെയ്തോണ്ടായിന് ശാസ്ത്രമേളയിൽ പോകുമ്പോൾ. ഓക്കെ. പിന്നെ ഞാൻ +2 ഈ ഒരു ശാസ്ത്രമേള ഇല്ല. ഇല്ല. അത് കഴിഞ്ഞ് ഡിഗ്രി പോയപ്പാട് വീട്ടിൽ നിന്നേ പോയി. ഓക്കെ. അപ്പോൾ വീട്ടിലെല്ലാം തിരിച്ചെത്തിയപ്പാട് ഉം. എനിക്കൊന്ന് തോന്നി ഓക്കെ. ഒന്നും കൂടി ചെയ്യാം അപ്പൊ അങ്ങനെ. അന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ ശാസ്ത്രമേളയ്ക്ക് വേണ്ടി ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കും, ആ അല്ലേ? ആ അതല്ലാതെ ബേസിക് നമ്മൾ ഫുള്ളി അത് പഠിക്കണം എന്നില്ലല്ലോ. ഇല്ല, പക്ഷെ എനിക്കത് അറിയാം. അറിയായിരുന്നു. എന്റെ അച്ഛൻ അതാണ് പഠിക്കുന്നത്, കാർപ്പൻട്രി. അപ്പൊ അച്ഛനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പണ്ട് മുതലേ ചെറുതായിരിക്കുമ്പോഴേ ഉള്ളി എടുത്ത് തട്ടിക്കൊടുക്കും തട്ടിക്കൊണ്ടിരിക്കും. അച്ഛനൊക്കെ. ആ. അപ്പൊ അങ്ങനെ പഠിച്ചാകുമ്പോ സ്കൂളിൽ ഇങ്ങനത്തെ ഒരു ശാസ്ത്രമേളയിൽ ഉണ്ടാകുമ്പോ വെറുതെ പോയതാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോ ഇപ്പൊ നിങ്ങളുടെ സ്ഥലത്തുള്ള ഇരിയാണിയിലുള്ള ആൾക്കാർ തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇരിയാണിയിലെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആണെന്നോ എന്തോ കുറെ കമന്റ്സ് വരാറുണ്ട്. അപ്പൊ ഈ കമന്റ്സ് കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്താ? ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഫസ്റ്റ് എല്ലാം കമന്റിന് റിപ്ലൈ കൊടുത്തോണ്ടായിന്. പിന്നെ പെട്ടെന്നാണ് കേറിയത് ആ 10,000 എല്ലാം. അപ്പൊ കൊറേ നോക്കിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇപ്പൊ കമന്റ് ബോക്സ് നോക്കിയാൽ അത് ഒരു വിശ്വർമ്മ മാട്രിമോണി പോലെയാണ്. അങ്ങനെ ഉണ്ടായിട്ട് പ്രപ്പോസൽസ് വരാറുണ്ടോ? വന്നിട്ടുണ്ട്. ഞാൻ അപ്പൊ അമ്മയും അച്ഛനും ഒക്കെ എന്താ പറയും? ഇല്ല, അതിപ്പോ വേണ്ടാന്നൊക്കെല്ലേ ആയിട്ടല്ലോ. അവരുടെ അച്ഛനാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ചേട്ടന്മാരാണെങ്കിൽ ആ കസിൻസ് ഒരു കളിയാക്കലുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ വേറെ പറയാറുണ്ടോ? ചിരിക്കും. എന്റെ ഫ്രണ്ട്സിനെല്ലാം മെസ്സേജ് അയക്കും. സ്നേഹയുടെ ഫ്രണ്ട്സിന് മെസ്സേജ് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ പറയുന്ന പോലെ ഏറ്റവും ഒരു തമാശ ഫണ്ണി ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നത് എന്തായിരിക്കും? അങ്ങനെ മെസ്സേജ് ഒന്നും ഓർമ്മ, കാരണം കൊറേ മെസ്സേജ് വന്നിട്ട് ഞാൻ കൊറേ ആയത്. ഇപ്പോഴും മെസ്സേജസ് നോക്കാറുണ്ടോ? എല്ലാ DMs നോക്കാറുണ്ടോ? ഞാൻ ഒരു മെസ്സേജ് ഉണ്ട് റിക്വസ്റ്റ് എന്നിട്ട് മോളിലുണ്ടായില്ല, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിട്ടാ. പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട്. അതെ, അത് ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. ഈ ഇടക്കാൻ ഞാൻ കണ്ടു. അപ്പൊ അതിൽ കൊറേ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം ചിലപ്പോൾ അച്ഛനായിരിക്കും. കാരണം അച്ഛൻ ചെയ്ത പോലെ മോള് ചെയ്യുന്നു എന്നുള്ള സാധനം. അപ്പം അങ്ങനെ അച്ഛന്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? നാട്ടുകാരുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അച്ഛന്റെ സന്തോഷം അമ്മയുടെ എല്ലാം സന്തോഷമാണ്. പക്ഷെ എന്റെ വല്യച്ഛന്റെ സന്തോഷമാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പക്ഷെ വല്യച്ഛൻ കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയി. അപ്പൊ അത് എനിക്ക് നല്ല വിഷമമുണ്ട്. ഇത് കാണുന്ന ഈ വീഡിയോസ്, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും സ്നേഹ പേഴ്സണലി അറിയാത്തവരുണ്ടായിരിക്കും. അങ്ങനെയാണ് സ്നേഹയെ പറ്റി ഒന്ന് പറയാം. സ്നേഹ എവിടുന്നാണ് വരുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്താണ് പഠിച്ചത്, എന്തൊക്കെയാണെന്നുള്ളത് പറയൂ. പറയാം. എന്റെ വീട് ഇരിയണിയിലാണ്. എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, ഭർത്താവ്, ഏട്ടനുണ്ട്. എന്താണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് ഡിഗ്രിയാണ്. ഡിഗ്രിയിൽ BCA പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തു. സൈബർ സെക്യൂരിറ്റി ആണ് എടുത്തത്. അപ്പൊ അത് രണ്ടും കഴിഞ്ഞപ്പാട് വീട്ടിൽ വന്നപ്പാടാണ് ഇത് ചെയ്തത്. ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങൾ വെള്ളം ഉണ്ടാക്കുന്നു, ഇതൊക്കെ ഉണ്ടാക്കുന്നു. ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ല ഇനി നെക്സ്റ്റ് നമ്മൾ ഇനി വീഡിയോ ഇട്ടു, ഈ വീഡിയോ ഇട്ട് അടുത്ത വീഡിയോ ഇടണമെങ്കിൽ ഒരു നമുക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. ആ പ്ലാനിൽ എത്ര തവണ നമ്മൾ പരീക്ഷിച്ച് നോക്കും ഒരു സാധനം ഉണ്ടാക്കാൻ? ഇപ്പൊ ഒരു ബോട്ട് ഉണ്ടാക്കുക, അങ്ങനെ പരീക്ഷകളില്ല, ഡയറക്റ്റ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്ന അന്ന് ആലോചിക്കാൻ എന്തുണ്ടാക്കണം, അതെടുത്തിട്ട് ചെയ്യണം അന്ന് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇത് ചെയ്ത പാളിപ്പോയാ പെട്ടുപോയില്ലേ? അത് ആലോചിക്കും, പിന്നെ അത് ചെയ്യും. മുമ്പേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വെക്കത്തൊന്നുമില്ല, ഡയറക്റ്റ് ചെയ്യുന്നത്. അതാണ് അന്ന് ആ കാല് മുറിഞ്ഞൊരു വീഡിയോ ഉണ്ടായപ്പോൾ 2 പാർട്ടായിട്ട് വന്നത്. അപ്പൊ ഈ നമ്മളിപ്പം ഇതൊക്കെ ചെയ്യുമെങ്കിലും നമുക്കിപ്പോൾ ചെയ്തു തുടങ്ങാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വിൻഡോ ഉണ്ടാക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വിൻഡോ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കത് പാളിപ്പോയാൽ നമുക്കത് കട്ട് ചെയ്ത് വേണമെങ്കിൽ രണ്ടാം റീഷൂട്ട് ചെയ്യാം. പക്ഷെ അത് ആ പാളുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം, അല്ലേ? ആ വർക്ക് ക്രാഫ്റ്റ് എന്താണെന്ന് മനസ്സിലായാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കിയാലും ഇപ്പം സ്നേഹയെ സംബന്ധിച്ചോളം ഇതൊരു കണ്ടിന്യൂസ് ഒരു പ്രൊഫഷനായിട്ട് സ്നേഹ ചെയ്തിട്ടില്ല. അപ്പം അതെങ്ങനെയായി പ്ലാൻ കറക്റ്റ് ആക്കുന്നത്? കാരണം നമുക്ക് ഒരാൾക്കൊരു സാധനം ചെയ്യാൻ അറിയാമെങ്കിലും അത് ഒരു തെറ്റ് വന്നാൽ അതെങ്ങനെ തിരുത്തണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് എക്സ്പീരിയൻസ് വേണമല്ലോ. അതെ, അത് മുമ്പേ ആലോചിച്ച് വെക്കും. പിന്നെ അച്ഛനോട് ചോദിക്കും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. അച്ഛൻ റെഫറൻസ് പറയാണോ ഇത് ഉണ്ടാക്കി നോക്കാൻ? കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടും പറയലുണ്ട് ഇത് ഉണ്ടാക്കുന്ന. ആ ഫോൾഡിങ് കോർണറെല്ലാം
പറഞ്ഞിട്ടുണ്ടാക്കിയതാ. അപ്പം ഇപ്പൊ നമ്മളിപ്പോ ഒരാള് ഇപ്പൊ സ്നേഹയുടെ ആലോചിച്ച് സ്നേഹ ഒരു സാധനം കണ്ടെത്തുമ്പോൾ അതിന്റെ പ്ലാനും പ്രിപ്പറേഷൻസ് സംഭവം എല്ലാം സ്നേഹയ്ക്ക് അറിയാം. വേറൊരാള് തരുമ്പോ അത് പുതിയൊരു സാധനമല്ലേ, അപ്പൊ അതിനൊക്കെ എത്ര ടൈം കൊടുക്കും പഠിക്കാൻ വേണ്ടി, അതിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി? അങ്ങനെ ടൈം എടുക്കാറില്ല. ഞാൻ ആ വീഡിയോ കണ്ടപ്പാട് എനിക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അച്ഛനോട് ചോദിക്കും, അപ്പൊ അച്ഛൻ പറഞ്ഞുതരും, അപ്പൊ പെട്ടെന്ന് ചെയ്യും. അപ്പൊ അതായത് ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണും സ്നേഹ, ആരെങ്കിലും ഉണ്ടാക്കുന്നല്ല, ആ ഫോട്ടോ കണ്ട എനിക്ക് മനസ്സിലാവും. ഓക്കെ, ആ ഒരു ഫോട്ടോ അയച്ചു തരും. ആ ഫോട്ടോ കണ്ടിട്ട് സ്നേഹ നോക്കുക അതെങ്ങനെയാ ചെയ്യുന്നത്, ഡൗട്ട് എന്തെങ്കിലും ഉണ്ട് അച്ഛനോട് പറയും. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ സാധനം ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അച്ഛനൊരു ഒരു ചലഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ അച്ഛനൊരു ഇതായിട്ടോ വല്ലതും ഇത് ഉണ്ടാക്കി നോക്കാം, കാരണം നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതെല്ലാം ആക്കിയത് അച്ഛൻ വീട്ടിലും പണിയെടുക്കലുണ്ട്. ചെയറെല്ലാം അച്ഛൻ ഓർഡർ കിട്ടുമ്പോ അച്ഛന്റെ പണി അടുത്തപ്പാട് ആ വീഡിയോ എടുത്തതാണ്. ഓക്കെ, അപ്പൊ അച്ഛന്റെ വീഡിയോ ചെയ്ത വീഡിയോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അത് അച്ഛന്റെ വീഡിയോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ പറയലുണ്ട് ഇത് നീ ചെയ്യുന്നതല്ലാന്ന്. അപ്പൊ ഞാൻ പറയും ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അത് പോയിട്ട് നോക്കിക്കോ. എനിക്കിപ്പോ അതില് ഷോർട്ട് ആയിട്ടല്ലേ ഇടാൻ പറ്റുമോ, മൊത്തം ഇടാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു ദിവസം ഒരു ചാലഞ്ച്, അല്ല ശാസ്ത്രമേളയിലും പോവാണെങ്കിൽ നമുക്ക് അവിടെ ഒറ്റയ്ക്കേ പോവാൻ പറ്റുമോ? അത് നമുക്ക് പറയാമല്ലോ. അതിപ്പോ ഒരാൾക്ക് അത് കാണാത്ത ഒരാൾക്ക് പറയാം ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ഒരു കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പൊ ഒരു ദിവസം ആരെങ്കിലും ഒരു ചലഞ്ച് തരിക, ലൈവ് ആയിട്ട് ഒരു വീഡിയോ ലൈവ് ഇടുക, ലൈവ് ഇട്ട് ഈ വീഡിയോ ഫുൾ ചെയ്ത് കാണിക്കാൻ പറഞ്ഞ സ്നേഹ ചെയ്യുമോ? ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സാധനം ഒരു ബേസിക്കലി സ്നേഹ പ്ലാൻ ചെയ്തത് ഒരു വീഡിയോ ഇടുക, ആ വീഡിയോ നല്ല ലൈക്സ് വരിക, നല്ല റീച്ച് വരിക, അതൊരു ജസ്റ്റ് ഫോർ ഫൺ ആണ്. ഇനി ഒരു കാര്യത്തിൽ ഇപ്പം അത്യാവശ്യം റീച്ച് ഉണ്ട്, അത്യാവശ്യം വീഡിയോസിന് വ്യൂഷിപ്പ് വരുന്നുണ്ട്. ഇത് നമ്മളെ കരിയറായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. അപ്പൊ ബാക്കിയുള്ളവർ പറയും നീ ഇത്രയും പഠിച്ചിട്ട് ഇത് ചെയ്യുന്ന, പക്ഷെ ഇത് അത്ര ചെറുതായിട്ടുള്ള സംഭവമല്ലല്ലോ. എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇതൊന്ന് പഠിപ്പിച്ചു തരും ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ. ഇപ്പം നമ്മളിപ്പം ബേസിക്കലി പണ്ടൊക്കെ പോട്ടറി ഉണ്ടാക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇന്നിപ്പോ അതിന് കഫേസ് ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ്. അതിന് ഒത്തിരി പേര് ഇതിനിപ്പോ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേരളത്തിൽ തന്നെ. അപ്പൊ ഇങ്ങനത്തെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനത്തെ സ്കിൽ ജോബ് ചെയ്യാനുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ അത് ഇന്ത്യൻസ് ഒക്കെ ഒത്തിരി പേര് പല രാജ്യങ്ങളിൽ പോയി ഈ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം അതില്ലെങ്കിൽ പോലും നമുക്കൊരു നമുക്കറിയാവുന്ന ഒരു കലയെ ഒരു ക്രാഫ്റ്റിനെ കുറച്ചാൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കില്ല, അതൊരു ജീവിതമാർഗ്ഗമാക്കാമല്ലോ. പറഞ്ഞ പോലെ ഒരു വർക്ക്ഷോപ്പ് പോലെ, കുട്ടികൾക്ക് വേണ്ടി ഒരു വർക്ക്ഷോപ്പ് പോലെയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശാസ്ത്രമേള അല്ലെങ്കിൽ കോമ്പറ്റീഷൻസിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്കൊരു വർക്ക്ഷോപ്പ് പോലെ നടത്താവുന്നതല്ലേ? എന്താണ് ഇനിയും ഒരു എയിം എന്തായിരിക്കും? ഒരു ഗോള് കാണുമല്ലോ, നമുക്ക് സ്വപ്നം കാണുമല്ലോ, അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടോ, അതോ ആ ഫ്ലോയ്ക്കൊക്കെ പോകാന്നുള്ളതാണോ? സ്വപ്നം പഠിച്ചത് പണിയെടുക്കണം എന്നുണ്ട്, ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. അത് ഇതുവരെ അങ്ങനെ ഒരു പ്ലാൻ ആയിട്ട് എടുത്തിട്ടില്ല? ഇല്ല. ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പേടി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ട് ചെയ്യാതിരിക്കുന്ന കുറെ ആൾക്കാർ കാണും. അപ്പം ചില ആൾക്കാർ വീഡിയോ എടുത്തു വെക്കും, പക്ഷെ പബ്ലിഷ് ചെയ്യാൻ ഒരു പേടി കാണും. അങ്ങനെ ആൾക്കാരോട് സ്നേഹിക്കാൻ എന്താ പറയാനുള്ളത്? ആ പേടി ഒഴിവാക്കിയിട്ട് അത് പബ്ലിഷ് ചെയ്യണം. കാരണം ബാക്കിയുള്ളവരെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ ജീവിക്കണമെങ്കിൽ നമ്മ തന്നെ മുന്നിട്ട് ഇറങ്ങണം. ബാക്കിയുള്ളവരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മ നോക്കിയിട്ട് ഇരുന്നാലും നമ്മൾ അടഞ്ഞേ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ 2000 ഫോളോവേഴ്സൊക്കെ ഉണ്ടായതാണ്, പെട്ടെന്നാണ് 50K എത്തിയത്. ഒരാളെ ജീവിതം എപ്പോ വേണം നമുക്ക് മാറാം. അത് കോൺഫിഡന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇടാതെന്നൂടാ. നമ്മളൊരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തു, വീഡിയോ ഷൂട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുമല്ലോ. പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എത്രയായി എന്നുള്ള അറിയാവുന്ന സാധനമല്ലോ. ഫസ്റ്റ് വീഡിയോ ഒരു 1 മില്യൺ അടിച്ചപ്പോൾ ഉള്ള ഫീൽ എന്തായിരുന്നു? അത് ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചിട്ട് അത്ര കേറുന്നു. ഞാൻ എത്ര സമയത്തിനുള്ളിൽ കയറുന്ന ഓർമ്മയുണ്ടോ? ഒരു ദിവസത്തിനുള്ളിൽ അന്ന് രാത്രി 12 മണി നമുക്ക് 1 മില്യൺ ആയി. ഒറ്റ ഡേ 1 മില്യൺ. ഞാൻ 6 ഈവനിങ് ആണ് എപ്പോഴും ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 12 മണിയാകുമ്പോ 1 മില്യൺ ആയി. എന്നെ എല്ലാരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് 1 മില്യൺ ആയി. എന്റെ ഫ്രണ്ട്സ് എല്ലാം നോക്കലുണ്ട്, ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സും നോക്കും സ്നേഹക്ക് ഇത്ര 1 മില്യൺ ആയി എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ അതെല്ലാം പറയുമ്പോ ഭയങ്കര സന്തോഷമാണ്. കളിയാക്കലുള്ള ഫേസ് ചെയ്തിട്ടുണ്ടോ? അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തിനും നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ടാവും. അപ്പൊ അറിയാവുന്നവരാണെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ചുമ്മാ കളിയാക്കൂല്ലോ, അങ്ങനത്തെ ഒരു സംഭവം എപ്പോഴേലും ഫേസ് ചെയ്തിട്ടുണ്ടോ? കളിയാക്കലുണ്ട്. ഇങ്ങനെ പറയും നീ മുമ്പ് ഇങ്ങനത്തെ ഇട്ടിട്ടുണ്ടായാലും ഇപ്പൊ പെട്ടെന്ന് ഇട്ടു സെലിബ്രേറ്റ് ആയി അങ്ങനെല്ലാം പറഞ്ഞ് കളിയാക്കും. പിന്നെ നീ സംസാരിക്കുന്ന കറക്റ്റ് ഇല്ലാന്നെല്ലാം പറയും. പക്ഷെ
എനിക്കിങ്ങനെ പറ്റുമോ? കാസർഗോഡിന്റെ സ്ലാങ് തന്നെ ഒരു ഇതുണ്ടല്ലോ. അത് പണ്ട് മുതലേ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചാനലിൽ വന്നിനെന്ന്. ആ ടൈമില് എല്ലാരും കളിയാക്കും, എന്തിന്റെ ഭാഷ, നമ്മളെ ഭാഷനെ നീ കളിയാക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയും. പക്ഷെ ഞാനങ്ങനെ ഒരു മറ്റേ ഭാഷ എടുത്ത് സംസാരിച്ച അതൊരു ബഗിടായി പോകും. അപ്പൊ ഞാൻ എന്റെ നോർമലി സംസാരിക്കാം. ഞാൻ ഒരു കാര്യം ഒരു ടാസ്ക് തരാം. ഇന്നിപ്പോ അവിടുന്ന് കാസർഗോഡ് നിന്ന് രാവിലെ കയറി, പാതിരാത്രി കയറി രാവിലെ ഇവിടെ എത്തി, ഇപ്പൊ ഇത് ഇന്റർവ്യൂവിൽ ഇരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എനിക്ക് കാസർഗോഡ് ഭാഷയിൽ ഒന്ന് കേൾക്കണം. അതിന്റെ കൂട്ടത്തിൽ ഇത്രയും വ്യൂവർഷിപ്പ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊരു താങ്ക്സ് കൂടെ പറയണം. അതിനകത്ത് കാസർഗോഡ് ഭാഷ അല്ലാതെ വേറെ ഭാഷ കയറാൻ പറ്റുന്നില്ല. പക്ഷെ എന്റെ ഭാഷ കാസർഗോഡ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടല്ലേ ചോദിച്ചേ. അതെ, അല്ല നമ്മളെ വേറെ സ്ഥലത്ത് നല്ലോണം നല്ല ഭാഷ നമുക്ക് പോലും മനസ്സിലാവൂല. അതുകൊണ്ട് പക്ഷെ എന്നാലും ഇപ്പൊ സംസാരിക്കുമ്പോഴാണെങ്കിലും ആ സ്ലാങ് വരുന്നുണ്ട്. ആ സ്ലാങ്ങിന്റെ ഒരു രസം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രിക്കാന്ന് കേറിയപ്പോഴും അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് 11:20 ട്രെയിന്. ആ ട്രെയിന് നല്ലോണം ലേറ്റ് ആയി. അപ്പാണ് ഫുള്ള് ബേജാറും, ഇവിടെ എത്താൻ പറ്റുമോ, ഞാൻ ഒരു ടൈം പറഞ്ഞല്ലോ, അപ്പൊ ഇവിടെ എത്താൻ പറ്റുമോ എന്നൊരു ബേജാറും. പിന്നെ അവിടെ ഇരുന്ന് ഞാനും അമ്മയും ഉണ്ടായിട്ടു ഇരുന്ന് മടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ലാസ്റ്റ് ആകുമ്പോ ട്രെയിൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു സമയത്ത് ചിലപ്പോ തിരക്കുണ്ടാവില്ലാന്ന്. അപ്പൊ അതിൽ കേറിട്ടിരുന്നപ്പാട് ഫുള്ള് തിരക്ക്. ഞാനും അമ്മയും കൈയും കാലും എന്തെല്ലോ ആക്കിയിട്ട് അവിടെ വെച്ചിരുന്ന് ലാസ്റ്റ് ആകുമ്പോൾ ആൾക്കാർ പിന്നെയും കൂടി. പിന്നെ കുറച്ച് ആൾക്കാർ പോയപ്പോൾ അവിടെ കടന്നപ്പോഴുണ്ട് ഞാൻ വെറുതെ തല പൊന്തിച്ച് നോക്കുമ്പോ ഒന്ന് എണീക്കോ എന്നറിയാം. എൻ്റെ ആദ്യമേ എണിച്ചിട്ടിരുന്നു, ഇത്ര പേരെ എണിച്ചിട്ടിരുന്നു, ഉറങ്ങി വീണു അങ്ങനെ എല്ലാം ആയിട്ട് ഇടെത്തിയപ്പാട് ഫസ്റ്റ് ഞാൻ ഒരു കുറച്ച് മാസം മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായി. ഞാൻ എന്തോ മനസ്സിലാവുന്നുണ്ടായിട്ടൊക്കെ ഇത് അത് തന്നെയോ അപ്പൊ അതെല്ലാം ചിന്തിച്ചിട്ട് കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോ ഇത് ഞാൻ അന്ന് വന്ന സ്ഥലം തന്നെ. ആ ഒരു ഫീലിംഗ് കിട്ടി എനിക്ക്. അത് മനസ്സിലാവുന്നുണ്ടായിട്ടാ. പിന്നെ ഇവിടെ എത്തിയപ്പാട് ഇത് ഞാൻ ആ വന്ന സ്ഥലം തന്നെ. ഞാൻ എന്റെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുത്തു, ഇത് നമ്മടെ വന്നിട്ട് ഇരുന്ന സ്ഥലമല്ലേ, നമ്മ സംസാരിച്ച സ്ഥലമല്ലേ. പിന്നെ ഇവിടെ അറിയാത്തോണ്ട് പെട്ടെന്ന് ഓട്ടോ ആക്കിട്ട് പോകാനിട്ട് പുറത്തേക്ക് പോകുമ്പോ ഫുഡ് കഴിക്കണല്ലോ. ഫുഡ് കഴിക്കുമ്പോ ഉള്ളിൽ കയറി. അപ്പൊ ആടത്തുമ്പോ ഫുള്ള് തിരക്കാന്ന്. ഞാൻ ചീടിയും പോയോപ്പാ, ഭഗവാനെ പെട്ടോ. എന്നിട്ട് എങ്ങനെയോ അതിന്റെ ഉള്ളിൽ കയറിട്ട് ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നപ്പാട് വിളിച്ചിട്ട് ഓട്ടോന്റെ അടുത്തെത്തി. ആടെത്തുമ്പോ അവര് വേറെ ഭാഷ സംസാരിക്കുന്നു. എനിക്കത് ഞാൻ ഈ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമ്പോ പറയുന്നത് ഇതല്ല ലൊക്കേഷൻ. ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ അങ്ങോട്ട് പറയാനും അറിയില്ല, ഈ ലൊക്കേഷൻ അങ്ങനെ കറക്റ്റ് അറിയില്ല. അപ്പൊ ഇതെല്ലാം ലൊക്കേഷൻ, കറക്റ്റ് അഡ്രസ്സോ? ഞാൻ പറഞ്ഞിട്ട് ആ മെസ്സേജ് തന്നെ കാണിച്ചു കൊടുത്തത്, ഇത് നോക്ക് ഇതെല്ലാം അഡ്രസ്സ്, ഇങ്ങനത്തെ ഒരു അഡ്രസ്സ് ഇടില്ല. ഞാൻ ഭഗവതി പെട്ടു ആദ്യം, അങ്ങനെ ആയിപ്പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, അമ്മേനെ വിളിച്ചു കൊടുത്തിട്ട് പുറത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു അഡ്രസ്സ് മറ്റേ ഗൂഗിൾ മാപ്പിലിട്ട് ഞാൻ നടന്നു പോയപ്പോഴും ഒരു ഓട്ടോ കിട്ടി. ആ ഓട്ടോ ആണെങ്കിൽ വേറെ തന്നെ സ്ലാങ്. എൻ്റെ എന്നോട് ചോദിച്ചു നീ എന്തിനാ വന്നേ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ അതിനാ വന്നേ. അപ്പൊ അങ്ങനെ പറയുമ്പോ തന്നെ എന്നോട് കൊണ്ടാക്കിയപ്പോഴും അടുത്തുമ്പക്ക് വേറൊരു സ്ഥലത്താണ് കൊണ്ടാക്കിയത്. അപ്പൊ അവര് പറഞ്ഞു വീട് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ. ഈ ഓട്ടോറിക്ഷക്കാരത്തെ ആൾക്ക് നല്ല അറിവുണ്ടെന്ന് തോന്നി ഈ ഒരു ഏരിയ ആയിട്ട്. അപ്പൊ അവര് പോയിട്ട് ആ സെക്യൂരിറ്റിയോട് ചോദിക്കും ഇവിടെ ഇങ്ങനത്തെ സംഭവം ഇല്ല. അപ്പൊ ഞാൻ പിന്നെയും പോയാ അങ്ങനത്തെ ഒരു സംഭവമായി പിന്നെയും പോയാ. അപ്പൊ എന്നെ വിളിച്ചു ഇവിടെ എത്തിന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ എത്തിയപ്പോ അത് ഇവിടെ അല്ല എന്നിട്ട് ഇപ്പുറം കൊണ്ടാക്കി. അപ്പൊ ഇവിടെ എത്തി. പെട്ടെന്ന് ഇത് കണ്ടപ്പോഴും നല്ല സന്തോഷമായി. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലല്ലോ ഇവിടെ എത്തിച്ചേർന്നത്. സന്തോഷമായി, അമ്മേനെ ഇവിടെ എത്തിച്ചല്ലോ, അങ്ങനത്തെ സന്തോഷമായി. ഒരു റൂം കിട്ടി, എല്ലാം ഫ്രഷപ്പ് ആയിട്ട് താലോട്ട് വന്നു. പിന്നെ ടെൻഷനായിരുന്നു, കാരണം എനിക്ക് കൂടുതൽ ടെൻഷൻ എൻ്റെ ഈ ഭാഷയായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുമല്ലോ, ആ സമയത്ത് എല്ലാവരും മറ്റു പറയും നീ നിന്റെ ഭാഷ കളഞ്ഞു അങ്ങനെ പറയൂ. അപ്പൊ ഞാൻ വരുന്നവരെ അമ്മയോട് പറഞ്ഞോണ്ടേ അമ്മ എന്താ ടെൻഷനാന്നൊക്കെ എൻ്റെ എല്ലാരും പറയും, നാട്ടുകാരെല്ലാരും പറയും എൻ്റെ സ്ലാങ്ങിനെ കുറിച്ചിട്ട്. അപ്പൊ ഇതേ എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ട് ടെൻഷനാന്ന്. പിന്നെ ഇപ്പൊ ഇവിടെ എത്തിയപ്പാട് മിണ്ടുമ്പോ എനിക്കത് പോയി. ഞാൻ ആ നോർമലിൽ തന്നെ മിണ്ടി, ഞാൻ അങ്ങനെ ഇതാക്കാൻ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള സാധനമാണ് നമുക്ക് ആ ഒരു സ്പാർക്ക് വരുന്ന സാധനം. ഇതുപോലത്തെ സ്പാർക്ക് ഇനി ഉണ്ടാകട്ടെ. ഇപ്പം ഇതുപോലത്തെ ഇപ്പം ഉള്ള റീച്ചിനെക്കാട്ടിലും ഇപ്പം എനിക്ക് തോന്നുന്നു മോസ്റ്റ് റീച്ച് വന്നിരിക്കുന്നത് 9.2 ആണ്. അതിലും പൊട്ടിക്കട്ടെ. ഈ അങ്ങോട്ടും റീച്ച് കൊണ്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ, നല്ല നല്ല ഐഡിയാസ് ഉണ്ടാകട്ടെ, നല്ല നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക്സ്. താങ്ക് യു.
സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.